Good morning. Question 6. The results of the study described in the memo may explain. അതായത് ഈ മെമ്മോയിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വിശദീകരിച്ചിരിക്കുന്ന സ്റ്റഡി റിസൾട്ട്സ് അല്ലെങ്കിൽ പഠന ഫലങ്ങൾ എന്ത് ചെയ്യാം? മേ എക്സ്പ്ലെയിൻ വൈ. ഒരു പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് അതിൻ്റെ ഒരു ആൻസേഴ്സ് ആയിരിക്കും താഴെ വരുന്നത് അല്ലേ? നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കുന്നതിന് മുൻപ് എക്സ്ട്രാക്ട് ഒന്ന് വായിച്ചു നോക്കാം. മെമ്മോ ടു സ്റ്റാഫ് വിമൻ ആൻഡ് ഡിമെൻഷ്യ. സ്ത്രീകളും ഡിമെൻഷ്യയും. Please read this extract from a recent research paper. Women's superior verbal skills could work against them when it comes to recognizing Alzheimer's disease. Please read this extract from a recent research paper. അതായത് നിങ്ങൾ ഈ ഒരു എക്സ്ട്രാക്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ റിസർച്ച് പേപ്പറിൽ നിന്ന് വന്ന ഈ ഒരു എക്സ്ട്രാക്ട് വായിക്കണം. വിമൻസ് സുപ്പീരിയർ വേർബൽ സ്കിൽസ്, അതായത് സ്ത്രീകളുടെ വേർബൽ സ്കിൽസ്, അതായത് വാക്കുകൾ ഓർത്ത് വെക്കാനായിട്ടുള്ള അല്ലെങ്കിൽ വാക്കുകൾ പറയാനായിട്ടുള്ള ഓർത്ത് വെക്കാനായിട്ടുള്ള ആ സ്കില്ല് could work against them when it comes to recognizing Alzheimer's disease. അതായത് ഇവരുടെ ഈ സ്കില്ല്, ഈ വാക്കുകൾ ഓർത്ത് വെക്കുക, വാക്കുകൾ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ള ഈ സ്കില്ല് എന്ന് പറയുന്നത് when it comes to recognizing Alzheimer's disease, ഒരു അൽസൈമേഴ്സ് ഡിസീസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വരുമ്പോഴത്തേനും ഇവരുടെ ഈ ഒരു സ്കില്ല് ഇവർക്കെതിരെ ഒരുപക്ഷെ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതെന്താന്ന് നോക്കാം. A new study looked at more than 1,300 men and women divided into 3 groups. ഒരു 1,300 സ്ത്രീകളെയും 1,300 ആണുങ്ങളുടെ ഇടയിൽ പുരുഷന്മാർക്കിടയിലും ഒരു പഠനം നടത്തി. അപ്പോൾ ആ പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്ത 1,300 പേര്, അതായത് 1,300 മെൻ, 1,300 വിമൻ, ഇവരെ ഒരു 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ ഗ്രൂപ്പ് കോംപ്രമൈസ്ഡ് പേഷ്യൻസ് വിത്ത് അംനസ്റ്റിക് മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, ചെറിയ ഓർമ്മിപ്പിച്ചലുകളൊക്കെയുള്ള ആളുകൾ ഒരു ഗ്രൂപ്പിലും. ദ സെക്കൻഡ് ഗ്രൂപ്പ് ഇൻക്ലൂഡ് ദ പേഷ്യൻറ്റ് വിത്ത് അൽസൈമേഴ്സ് ഡിമെൻഷ്യ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ശരിക്കും അവരെന്താണ്? അവർക്ക് അൽസൈമേഴ്സ് ഡിമെൻഷ്യ അസുഖം ഉള്ളവരാണ്. ആൻഡ് ദ ഫൈനൽ ഗ്രൂപ്പ് ഇൻക്ലൂഡ് ഹെൽത്തി കൺട്രോൾസ്. ഈ ഒരു മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് ആളുകൾ. The researchers measured glucose metabolic rate with PET scans. അപ്പോൾ ഇവരിൽ ഗ്ലൂക്കോസ് മെറ്റബോളിക് റേറ്റ്സ് ഒക്കെ PET സ്കാൻ വെച്ച് അവർ നോക്കിയിരുന്നു, പരിശോധിച്ചിരുന്നു. പാർട്ടിസിപ്പൻസ് വേർ ദെൻ ഗിവൺ ഇമ്മീഡിയറ്റ് ആൻഡ് ഡിലേഡ് വെർബൽ റീകോൾ ടെസ്റ്റ്. അപ്പം ഈ പാർട്ടിസിപ്പൻസ്, അതായത് ഈ പഠനത്തിൽ പങ്കെടുത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരൊരു റീകോൾ ടെസ്റ്റ്, ചിലത് പെട്ടെന്ന് തന്നെ ഓർമ്മിച്ചിട്ട് അപ്പം തന്നെ പറയണം, ചിലത് കുറേ നേരങ്ങൾക്ക് ശേഷം പറയുന്നതായിരിക്കണം. Women with either no, mild or moderate problems performed better than the men on the verbal memory test. അതായത് ഈ സ്ത്രീകളുടെ കൂട്ടം ഉണ്ടല്ലോ, 1,300 പേര് ഒരു 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ കൂട്ടം മൊത്തത്തിൽ വിമൻ വിത്ത് ഐദർ നോ, മൈൽഡ് ഓർ മോഡറേറ്റ് പ്രോബ്ലം, പ്രശ്നമില്ലാത്തവരും പ്രശ്നമുള്ളവരും മൈൽഡായിട്ട് പ്രശ്നമുള്ളവരും പെർഫോംഡ് ബെറ്റർ ദാൻ മെൻ ഇൻ ദ വേർബൽ മെമ്മറി ടെസ്റ്റ്. വേർബൽ മെമ്മറി ടെസ്റ്റിനകത്ത് ഇവർ ഈ അസുഖമുള്ള സ്ത്രീകളും മൈൽഡായിട്ട് അസുഖമുള്ള സ്ത്രീകളും അസുഖമില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു. അതായത് അവർക്ക് കൂടുതൽ വാക്കുകൾ ഓർത്ത് പറയാനായിട്ട് സാധിച്ചു. There was no difference in those with advanced Alzheimer's. ഈ ഒരു അഡ്വാൻസ് അൽസൈമേഴ്സിന്റെ കാറ്റഗറി വരുമ്പോഴത്തേന് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, മീൻസ് ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടുപേർക്കും ഓർത്ത് പറയാനായിട്ട് പറ്റുന്നില്ല. ബിക്കോസ് verbal memory scores are used for diagnosing Alzheimer's. Some women may be further along in their disease before they are diagnosed. അപ്പം ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈൽഡായിട്ട് പ്രശ്നമുള്ളവരും പ്രശ്നമില്ലാത്ത സ്ത്രീകളും, ശരിക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പ്രശ്നമില്ലാത്ത സ്ത്രീകളുണ്ട്, അവർ ആണുങ്ങളെക്കാളും കൂടുതലായിട്ട് അവർക്ക് ഓർത്ത് വെക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോബ്ലമാണ്. കാരണം ബിക്കോസ് വെർബൽ മെമ്മറി സ്കോർസ് ആർ യൂസ്ഡ് ഫോർ ഡയഗ്നോസിങ് അൽസൈമേഴ്സ്. അതായത് അൽസൈമേഴ്സ് എന്ന ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഓർമ്മിക്കാനായിട്ട് കൊടുക്കും. നോർമലി ഇവരുടെ ഈ ഓർമ്മശക്തി കൂടുതലുള്ളത് കൊണ്ട് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമൻ മേ ബി ഫർദർ അലോങ് ഇൻ ദെയർ ഡിസീസ് ബിഫോർ ദേ ആർ ഡയഗ്നോസ്. ഇപ്പം ശരിക്കും അല്പം അൽസൈമേഴ്സ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിമെൻഷ്യ പ്രശ്നങ്ങളുള്ള സ്ത്രീ ആണെങ്കിൽ പോലും അവർക്ക് വാക്കുകൾ ഓർത്ത് പറയാനുള്ള കേപ്പബിലിറ്റി ഒക്കെയാണ്. ആ ഒരു കഴിവ് കാരണം അവരുടെ ഡയഗ്നോസ് എന്ത് ചെയ്യും? കുറച്ചും കൂടെ നീണ്ടുപോകും. അതായത് ഡിസീസ് കുറച്ചും കൂടെ സിവിയർ ആകുന്നിടം വരെ അവരെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദിസ് സജസ്റ്റ് ദ നീഡ് ടു ഹാവ് ആൻ ഇൻക്രീസ്ഡ് ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ when evaluating women
വിത്ത് മെമ്മറി പ്രോബ്ലംസ്. അപ്പം നമ്മൾ അതിന് മുമ്പ് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ അൽസൈമേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത് മെമ്മറി വെച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് ഈ വിമനെ ടെസ്റ്റ് ചെയ്യും, സ്ത്രീകളിൽ അൽസൈമേഴ്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താണ് വൃത്തിയുള്ള, കുറച്ചും കൂടെ ഭംഗിയുള്ള, കുറച്ചും കൂടെ നല്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്ത് ചെയ്യണം, ഒരു ഇൻഡെക്സ്, ഒരു ചോദ്യാവലി തയ്യാറാക്കണം, അല്ലെങ്കിൽ ചോദ്യാവലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? The results of the study described in the memo may explain why. ഈ മെമ്മോയിൽ കൊടുത്തിരിക്കുന്ന റിസൾട്ട് സ്റ്റഡി ഒരു പക്ഷേ ഇതിനെ വിശദീകരിക്കാം. എന്തിനെ? superior communication skills may protect women from dementia. അതായത് superior communication skills may protect women from dementia. സ്ത്രീകളുടെ superior ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവരെ ഡിമെൻഷ്യയിൽ നിന്ന് രക്ഷിക്കാം. സ്ത്രീകൾക്ക് വേർബൽ സ്കിൽസ് ഉണ്ടെന്നും ആ വേർബൽ സ്കിൽസ് അവരെ അൽസൈമേഴ്സിൽ നിന്ന് രക്ഷിക്കുമെന്ന്, അവർക്ക് ഡിമെൻഷ്യയിൽ നിന്ന് രക്ഷിക്കുമെന്നെന്നും പറഞ്ഞിട്ടില്ല, അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെയിറ്റ് ആയിട്ട് എ എന്ന് പറയുന്ന ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പോയിട്ട് ബി ആൻസർ. ഫീമെയിൽ ഡിമെൻഷ്യ സഫേഴ്സ് ഹാവ് ബെറ്റർ വേർബൽ സ്കിൽസ്. ഈ ഡിമെൻഷ്യ ഉള്ള സ്ത്രീകൾക്ക് ബെറ്റർ ആയിട്ടുള്ള വേർബൽ സ്കിൽസ് ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ there is no difference in those with advanced Alzheimer's. അഡ്വാൻസ് അൽസൈമേഴ്സ് ഉള്ളവർക്ക് പ്രശ്നങ്ങൾ, അതായത് ആണുങ്ങൾക്കിടയിലും പെണ്ണുങ്ങൾക്കിടയിലും വെർബൽ സ്കിൽസ് ഒരുപോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സി പറയുന്നത് വൈൽഡ് ഡിമെൻഷ്യ ഇൻ വിമൻ ക്യാൻ റിമെയിൻ അൺഡയഗ്നോസ്ഡ്. വൈൽഡ് ഡിമെൻഷ്യ ഇൻ വിമൻ, സ്ത്രീകളിലുള്ള ചെറിയ ഡിമെൻഷ്യ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ഡിമെൻഷ്യ ക്യാൻ റിമെയിൻ അൺഡയഗ്നോസ്ഡ്. അതെന്തായിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അൺഡയഗ്നോസ്ഡ് ആയിട്ട്, കണ്ടുപിടിക്കപ്പെടാതെ. അത് തന്നെയല്ലേ പറയുന്നത്? ബിക്കോസ് അത് താഴെ മൂന്നാമത്തെ വരി, ബിക്കോസ് വെർബൽ മെമ്മറി സ്കോർസ് ആർ യൂസ്ഡ് ഫോർ ഡയഗ്നോസിങ് അൽസൈമേഴ്സ്. ഈ വെർബൽ മെമ്മറി സ്കോർസ് ആണ് അൽസൈമേഴ്സ് തീരുമാനിക്കാൻ, ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് നമ്മൾ അവലംബിക്കുന്ന ഒരു മാർഗം. സം വിമൻ മേ ബി ഫർദർ അലോങ് ഇൻ ദർ ഡിസീസ്. ചില സ്ത്രീകൾ കുറച്ചു കാലം കൂടെ അവരുടെ രോഗത്തിൽ തുടരും. ബിഫോർ ദി ആർ ഡയഗ്നോസ്ഡ്, അവർ ഡയഗ്നോസിസ് ചെയ്യപ്പെടാനായിട്ട് താമസിക്കും. അത് തന്നെയല്ലേ മൈൽഡ് ഡിമെൻഷ്യ ഇൻ വിമൻ ക്യാൻ റിമെയിൻ അൺഡയഗ്നോസ്ഡ്. നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതും ഡയഗ്നോസിസ് ചെയ്യപ്പെടാതെ കുറച്ചു കാലം കൂടെ മുന്നോട്ട് നീക്കും എന്ന് പറയുന്ന ഒന്നായതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, മൈൽഡ് ഡിമെൻഷ്യ ഇൻ വിമൻ ക്യാൻ റിമെയിൻ അൺഡയഗ്നോസ്ഡ്. അപ്പോൾ ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട്. Okay.